Hi everyone, this is Rinsi from Grow Malayalam channel. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, നിങ്ങൾ പുതിയൊരു ബൈക്കൊക്കെ വാങ്ങി നിങ്ങളൊരു റൈഡിന് പോവുകയാണ്. പാട്ടൊക്കെ പാടി ഫുൾ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ഒരു കാർ ഫ്രണ്ടിലേക്ക് വരുന്നത്. നിങ്ങൾ ബ്രേക്ക് ഇടാൻ നോക്കി, പക്ഷെ അപ്പോഴേക്കും നിങ്ങളുടെ പുതിയ ബൈക്കിലേക്ക് കാർ അങ്ങ് ഇടിച്ചു. നിങ്ങൾ പെട്ടെന്ന് പേടിച്ചു, പക്ഷെ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഓക്കെയാണ്. പക്ഷെ നിങ്ങളുടെ ബൈക്കോ, അതുപോലെ തന്നെ നമ്മൾ ബൈക്ക് ഇടിച്ചിട്ട് ആ കാറിനുണ്ടായ ഡാമേജോ. അപ്പോൾ ഇവിടെയാണ് നിങ്ങൾക്ക് മനസ്സിലായത് ടൂ വീലറിന് ഒരു ടൂ വീലർ ഇൻഷുറൻസ് പ്ലാൻ വേണ്ടത് പ്രധാനമാണെന്നുള്ളത്. പക്ഷേ എന്താണ് ടൂ വീലർ ഇൻഷുറൻസ് പ്ലാൻ, അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് വേണമെന്ന് പറയുന്നത്? അപ്പോൾ ഇതൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അപ്പോൾ നിങ്ങൾ ടെൻഷൻ ആവണ്ട, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ടൂ വീലർ ഇൻഷുറൻസ് പ്ലാനിനെ കുറിച്ചായിരിക്കും നമ്മൾ കവർ ചെയ്യുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് ടൂ വീലർ ഇൻഷുറൻസ് എന്നുള്ളത് നമ്മൾ പറയുന്നതായിരിക്കും. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു ടൂ വീലർ ഇൻഷുറൻസ് വേണമെന്ന് പറയുന്നത്, ടൈപ്സ് ഓഫ് ടൂ വീലർ ഇൻഷുറൻസ് പ്ലാൻസ്, ടൂ വീലർ ഇൻഷുറൻസ് പ്രീമിയത്തിനെ ബാധിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോകും മുമ്പ് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ മറക്കണ്ട. അതുപോലെ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലും കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേയ്സ് വീഡിയോ. ആദ്യം നമുക്ക് എന്താണ് ടൂ വീലർ ഇൻഷുറൻസ് പ്ലാൻ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആ പേര് പറയുന്ന പോലെ തന്നെ ടൂ വീലർ ഇൻഷുറൻസിനെ ബൈക്ക് ഇൻഷുറൻസ് എന്നും പറയും. സോ ഒരു ടൂ വീലർ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ബൈക്കിന് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഡാമേജ്, അതിപ്പോൾ ആക്സിഡൻറ്റ് വഴിയോ അല്ലെങ്കിൽ കളവ്, ഫയർ അല്ലെങ്കിൽ നാച്ചുറൽ ഡിസാസ്റ്റർ വഴി വരുവാണെങ്കിൽ അതിനെതിരായിട്ട് നിങ്ങൾക്ക് ഒരു ഫൈനാൻഷ്യൽ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ലഭിക്കും. എന്നാലും നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ഒരു തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഉണ്ടാവണം. അപ്പോൾ ഇവിടെ ടൂ വീലർ എന്ന് പറയുന്നത് ഇപ്പോൾ സ്കൂട്ടർ ആവാം, ബൈക്ക് ആവാം, മോപ്പഡൊക്കെ ആവാം. ഇനിയിപ്പം നിങ്ങൾ വഴി ഒരു തേർഡ് പാർട്ടിയുടെ വാഹനമോ പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് തന്നെ എന്തെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ അത് ടൂ വീലർ ഇൻഷുറൻസിൽ മാൻഡേറ്ററി തേർഡ് പാർട്ടി ലയബിലിറ്റി കവറിൻ്റെ കീഴിൽ കോമ്പൻസേറ്റ് ചെയ്യുന്നതാവും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആക്സിഡൻറ്റ് വഴി കാറിന് ഡാമേജ് പറ്റിയായിരുന്നല്ലോ. സോ ആ റിപ്പയറിനായിട്ട് നമ്മുടെ അടുത്ത് നിന്ന് കുറച്ച് പണം ഡിമാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ ഇൻഷുറൻസ് കമ്പനി നിങ്ങൾക്ക് മുമ്പാകെ കാർ ഓണർക്ക് കോമ്പൻസേഷൻ നൽകുന്നതായിരിക്കും. ഇനി ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, മോട്ടോർ വെഹിക്കിൾസ് ആക്ട് 1988 കീഴിൽ തേർഡ് പാർട്ടി ടൂ വീലർ ഇൻഷുറൻസ് ലീഗലി നിർബന്ധമാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ ടൂ വീലർ ഇൻഷുർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു ഫിക്സഡ് എമൗണ്ട് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിന് നമ്മൾ പ്രീമിയം എന്നാണ് നമ്മൾ പറയുന്നത്. ഇത് വർഷത്തിൽ ഒന്നാവും നമ്മൾ അടയ്ക്കണം. സോ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ടൂ വീലർ ഇൻഷുറൻസ് എന്നുള്ളതും അതുപോലെ ടൂ വീലർ ഇൻഷുറൻസ് നിർബന്ധമാണെന്നുള്ളൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ആക്ച്വലി എന്തിനാണ് നമുക്കിത് വേണ്ടത്? അപ്പോൾ ഒരു വെഹിക്കിൾ ഇൻഷുറൻസ് എടുക്കുന്നതിന് രണ്ട് ബേസിക് റീസൺസ് നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ആദ്യത്തെ കാര്യം, നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ വേറൊരാളെയോ അല്ലെങ്കിൽ അവരുടെ വാഹനത്തെയോ അല്ലെങ്കിൽ പ്രോപ്പർട്ടിയിലൊക്കെ കൊണ്ടുപോയി ഇടിച്ച് അവർക്ക് എന്തെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ ടൂ വീലർ ഇൻഷുറൻസ് നമ്മളെ ഒന്ന് ഫൈനാൻഷ്യലി പ്രൊട്ടക്ട് ചെയ്യും. അതായത് തേർഡ് പാർട്ടീനെ കോമ്പൻസേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇനിയിപ്പം ആക്സിഡൻറ്റ് സംഭവിച്ചിട്ട് നമുക്കൊരു പരിക്ക് പറ്റുവാണ്, അതുപോലെ തന്നെ നമ്മുടെ വാഹനം ഡാമേജ് സംഭവിക്കുകയാണെങ്കിൽ അങ്ങനെയെങ്കിൽ നമ്മുടെ കവറേജ് ലെവലൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് മെഡിക്കൽ എക്സ്പെൻസ് അതുപോലെ റിപ്പയർ കോസ്റ്റ് ഒക്കെ നമുക്ക് പേ ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതാവും. അടുത്ത ലീഗൽ എക്സ്പെൻസുകളിൽ നിന്ന് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യും. ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ ഒരു ടൂ വീലർ അല്ലെങ്കിൽ ഫോർ വീലറിന് ഒരു വാലിഡ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് പോളിസി ഇല്ലാതെ ഡ്രൈവ് ചെയ്യുന്നത് ഇല്ലീഗലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു പ്രോപ്പർ ടൂ വീലർ തേർഡ് പാർട്ടി ലയബിലിറ്റി ഇൻഷുറൻസ് വേണ്ടത് നിർബന്ധമാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് വലിയ ലീഗൽ ചിലവുകളൊന്നും വരില്ല, ലൈക്ക് ഇപ്പം വക്കീലിന് കൊടുക്കേണ്ട ഫീസ്, ഡാമേജിനുള്ള ക്ലെയിം ഒക്കെ. അടുത്ത കവറേജ് ഫോർ നാച്ചുറൽ കലാമിറ്റീസ് ആൻഡ് മാൻ മെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ആണ്. അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. ഇപ്പം എന്തെങ്കിലും ഒരു നാച്ചുറൽ കലാമിറ്റി ഉണ്ടായിട്ട് ലൈക്ക് ഇപ്പോൾ ഫ്ലഡ്, എർത്ത് ക്വേക്ക് ഒക്കെ വന്നിട്ട് നിങ്ങളുടെ ടൂ വീലറിന് എന്തെങ്കിലും ഒരു ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് പോളിസി ആ ഒരു ഡാമേജ് കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരു പ്രോപ്പർ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അടുത്ത് പ്രൊട്ടക്ഷൻ എഗൻസ്റ്റ് തെഫ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബൈക്കിന് വേണ്ടിയിട്ട് ഇപ്പം ലേറ്റസ്റ്റ് ആക്സസറീസ് ഒക്കെ വാങ്ങാനായിട്ട് നല്ലൊരു എമൗണ്ട് ചിലവാക്കിയിട്ടുണ്ടാവില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിർബന്ധമായിട്ട് ഒരു ബൈക്ക് ഇൻഷുറൻസ് എടുത്തിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു സെക്യൂരിറ്റി പ്രൂഫ് ഉണ്ടെങ്കിൽ ഇൻഷുറൻസിന് ഇപ്പോൾ ടൂ വീലറിന് കളവ് പോയിട്ടുണ്ടെങ്കിലൊക്കെ അത് കവർ ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് ടൂ വീലർ ഇൻഷുറൻസ് ടൈപ്സ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ തേർഡ് പാർട്ടി ലയബിലിറ്റി ഇൻഷുറൻസ്. അപ്പോൾ മറ്റൊരു പാർട്ടി ക്ലെയിം ചെയ്യുന്ന നാശനഷ്ടങ്ങളിൽ നിന്ന് ബൈക്കിൻ്റെ ഉടമയെ സംരക്ഷിക്കാനുള്ള നിയമമാണിത്. അപ്പോൾ നിയമപ്രകാരം തേർഡ് പാർട്ടി ലയബിലിറ്റി ഇൻഷുറൻസ് നിർബന്ധമാണ്. സോ ഇങ്ങനെ ഒരു ഇൻഷുറൻസിൻ്റെ കീഴിൽ എന്തൊക്കെ കവർ ചെയ്തിട്ടില്ല എന്നുള്ളത് അറിയേണ്ടത് നിർബന്ധമാണ്. ചിലപ്പോൾ ആളുകൾ വിചാരിക്കും എനിക്കിപ്പോൾ ഇൻഷുറൻസ് ഉണ്ടല്ലോ, സോ ഞാൻ ഇതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ. ബട്ട് അങ്ങനെയല്ല കാര്യം. അപ്പോൾ ഇനി നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും തേർഡ് പാർട്ടി ടൂ വീലർ ഇൻഷുറൻസിൽ കവേർഡ് ആയിരിക്കില്ല. അപ്പോൾ തേർഡ് പാർട്ടി ടൂ വീലർ ഇൻഷുറൻസ് പോളിസിയിൽ നമുക്കോ നമ്മുടെ വാഹനത്തിനോ എന്തെങ്കിലും ഡാമേജ് വന്നാൽ അത് കവേർഡ് ആയിരിക്കില്ല. ഇനിയിപ്പോൾ നമ്മൾ മദ്യപിച്ച് വാഹനം ഓടിക്കുകയോ അല്ലെങ്കിൽ ലൈസൻസ് ഇല്ലാതെ ഓടിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും ടൂ വീലർ ഇൻഷുറൻസിൽ കവേർഡ് ആയിരിക്കില്ല. അപ്പോൾ ചില സിറ്റുവേഷൻസ് ഒക്കെ ആഡ് ഓൺസിൽ കവേർഡ് ആയിരിക്കും. സോ നിങ്ങൾ ടൂ വീലർ ആഡ് ഓൺസ് വാങ്ങിയിട്ടില്ലെങ്കിൽ ഇതൊന്നും കവേർഡ് ആയിരിക്കില്ല നിങ്ങൾക്ക്. അടുത്തത് കോംപ്രഹെൻസീവ് ടൂ വീലർ ഇൻഷുറൻസ് പോളിസി. അപ്പോൾ നിങ്ങളിപ്പോൾ ഫുള്ളി നിങ്ങളുടെ ടൂ വീലർ അതുപോലെ തന്നെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കോംപ്രഹെൻസീവ് ടൂ വീലർ ഇൻഷുറൻസ് പോളിസി നിങ്ങൾ എടുക്കണം.
അപ്പോൾ ഇതുവഴി നിങ്ങൾക്ക് ഇപ്പോൾ ആക്സിഡൻറ്റിൽ നിങ്ങളുടെ ബൈക്കിന് ഡാമേജ് വരുവാണ്, അല്ലെങ്കിൽ ഇൻഷുർഡ് ബൈക്ക് വഴി തേർഡ് പാർട്ടിക്ക് ലോസ് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഫൈനാൻഷ്യൽ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഇനി നിങ്ങളുടെ ടൂ വീലർ കളവ് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓവറോൾ ഫൈനാൻഷ്യൽ ലോസും ഇതിൽ കവേർഡ് ആയിരിക്കും. അപ്പോൾ അഡീഷണൽ ബെനിഫിറ്റ് അതുപോലെ തേർഡ് പാർട്ടി കവർ ഉള്ളതുകൊണ്ട് ഈ ഒരു ടൈപ്പ് ഇൻഷുറൻസ് പോളിസിക്ക് പ്രീമിയം കൂടുതലായിരിക്കും. ഇനി നിങ്ങൾക്കായിട്ട് ഞാൻ കുറച്ച് എക്സ്ട്രാ ഇൻഫോർമേഷൻ പറഞ്ഞുതരാം. അപ്പോൾ എനിക്ക് ഉറപ്പാണ് ഇതൊന്നും നിങ്ങൾക്ക് എന്തായാലും അറിയുന്നുള്ള കാര്യങ്ങളായിരിക്കില്ല. അപ്പോൾ സ്റ്റാൻഡ് അലോൺ ഓൺ ഡാമേജ് ഇൻഷുറൻസ്. അപ്പോൾ ഈ ഒരു ടൂ വീലർ ഇൻഷുറൻസ് പ്ലാനിൽ നിങ്ങളുടെ സ്വന്തം വാഹനത്തിന് അല്ലെങ്കിൽ ബൈക്കിനൊരു ഡാമേജ് വന്നാൽ അത് ഇതിൽ കവേർഡ് ആയിരിക്കും. സോ ഈ ഒരു പ്ലാനിൽ നമ്മുടെ സ്വന്തം ഇൻഷുർഡ് ടൂ വീലറിന് ഫൈനാൻഷ്യൽ പ്രൊട്ടക്ഷൻ ഇൻഷുർഡിന് ലഭിക്കും. എന്നാൽ ഈ ഒരു പോളിസി കിട്ടണമെങ്കിൽ നിങ്ങളൊരു തേർഡ് പാർട്ടി ലയബിലിറ്റി ഇൻഷുറൻസ് നിങ്ങൾക്ക് ഉണ്ടാവണം. ഇനി ടൂ വീലർ ഇൻഷുറൻസ് പ്രീമിയത്തിനെ ബാധിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ടൂ വീലർ ഇൻഷുറൻസ് പ്ലാനിൻ്റെ ബെനിഫിറ്റ്സും പല ഡീറ്റെയിൽസും ഒക്കെ കേട്ടതിന് ശേഷം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, അതായത് നിങ്ങൾ അടയ്ക്കേണ്ട പ്രീമിയത്തിനെ ബാധിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് അല്ലേ. അപ്പം നിങ്ങളിവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, പുതിയത് അതുപോലെ തന്നെ യൂസ്ഡ് ടൂ വീലറിൻ്റെ പ്രീമിയത്തിൽ ചെറിയൊരു മാറ്റമുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ പല ഇൻഷുറൻസ് പ്രൊവൈഡറിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് ഓൺലൈൻ കാൽക്കുലേറ്റേഴ്സ് വെച്ച് നിങ്ങൾ നോക്കുക ടൂ വീലർ ഇൻഷുറൻസ് പ്രീമിയം എത്ര വരും എന്നുള്ളത്. സോ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ പുതിയ ടൂ വീലർ ആണെങ്കിൽ മാനുഫാക്ചറിൻ്റെ പേര് അതുപോലെ തന്നെ ഇയർ അക്കൗണ്ട് ചെയ്യണം, ടൂ വീലർ മോഡൽ, ടൂ വീലർ വേരിയൻറ്റ്, രജിസ്റ്റേർഡ് ലൊക്കേഷനും. ഇനിയിപ്പോൾ യൂസ്ഡ് ടൂ വീലർ ആണെങ്കിൽ ടൂ വീലർ പർച്ചേസ് ചെയ്ത വർഷവും മോഡലും ഫ്യൂവൽ ടൈപ്പ്, കറണ്ട് ഇൻഷുറൻസ് പോളിസി ഡീറ്റെയിൽ, രജിസ്റ്റേർഡ് സ്റ്റേറ്റ് ആൻഡ് സിറ്റി, നോ ക്ലെയിം ബോണസ് ഡീറ്റെയിൽ, പാസ്റ്റ് റെക്കോർഡ്സ് ഓഫ് ഡീറ്റെയിൽസ് ഓഫ് ക്ലെയിം കൊടുക്കണം നിങ്ങൾ. ഇനി നമുക്ക് നമ്മുടെ ടൂ വീലർ ഇൻഷുറൻസ് പ്രീമിയത്തിനെ ബാധിക്കുന്ന മേജർ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് പോളിസിയാണ്. അപ്പോൾ തേർഡ് പാർട്ടി ടൂ വീലർ ഇൻഷുറൻസ് പ്രീമിയം വളരെ നോമിനലാണ്. അപ്പോൾ ഈ തേർഡ് പാർട്ടി ലയബിലിറ്റീസ് മാത്രമേ ഇതിൽ കവർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ പ്രീമിയം കൂടുതൽ വരുന്നത് കോംപ്രഹെൻസീവ് പോളിസിക്കാണ്. കാരണം ഇവിടെ ടൂ വീലർ ഓണർക്ക് കുറച്ചും കൂടി കൂടുതൽ ബെനിഫിറ്റ്സ് അതുപോലെ കവറേജ് ലഭിക്കുന്നുണ്ട് ഒരു ബേസിക് തേർഡ് പാർട്ടി ഇൻഷുറൻസ് പോളിസിനൊക്കെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ തേർഡ് പാർട്ടി ടൂ വീലർ പ്രീമിയം ഗവൺമെൻറ് ഡിക്ലെയർ ചെയ്യുന്ന IRDA വഴിയാണ്. അപ്പോൾ റീസെൻ്റ്ലി IRDA പ്രൈവറ്റ് ഫോർ വീലേഴ്സ് അതുപോലെ ഫോർ വീലറിൻ്റെ പ്രീമിയം റേറ്റ് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട് 2022-23 ഫൈനാൻഷ്യൽ ഇയറിൽ. ഇപ്പം ടേബിൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രീമിയം എമൗണ്ട് കാണാം. അപ്പോൾ ഇത് യൂസ് ടൂ വീലേഴ്സിൻ്റെ ആണ്. പുതിയതിനായിട്ട് നിങ്ങൾ IRDAയുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് നോക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനിയായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. EV ടൂ വീലേഴ്സിൻ്റെ വരുന്നത് വേറെ പ്രീമിയം തന്നെയാണ്. ഇനി അടുത്ത ഫാക്ടർ വരുന്നത് നിങ്ങൾ നേരത്തെ കണ്ട പോലെ തന്നെ പല ടൂ വീലേഴ്സിനും പല സ്പെസിഫിക്കേഷൻസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ടൈപ്പ് അനുസരിച്ച് ഇൻഷുറൻസ് പ്രീമിയം കോസ്റ്റും മാറും. അപ്പോൾ എഞ്ചിൻ കപ്പാസിറ്റി അല്ലാതെ ടൂ വീലറിൻ്റെ പ്രായം, മോഡൽ, ലൊക്കേഷൻ, ഫ്യൂവൽ ടൈപ്പ് ഒക്കെ. അപ്പോൾ അതൊക്കെ ഇൻഷുറൻസ് പ്രീമിയത്തിനെ ബാധിക്കുന്ന ഫാക്ടേഴ്സ് തന്നെയാണ്. ഇനി അടുത്തത് ടൂ വീലറിൻ്റെ ഇൻഷുർഡ് ഡിക്ലെയർഡ് വാല്യൂ ആണ്. അപ്പോൾ ടൂ വീലർ ഇൻഷുറൻസ് പ്രീമിയത്തിനെ ബാധിക്കുന്ന ഒരു മെയിൻ ഫാക്ടറാണിത്. അപ്പോൾ ഇൻഷുർഡ് ഡിക്ലെയർഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് അതുപോലെ തന്നെ ബാക്കിയുള്ള ഫംഗ്ഷൻസിൻ്റെ ബേസിൽ ടൂ വീലറിൻ്റെ ഇപ്പോഴത്തെ വിലയാണ്. സപ്പോസ് ഇപ്പം വാഹനം പഴയതായി, അങ്ങനെയെങ്കിൽ IDV കുറവായിരിക്കും. സോ പ്രീമിയം ചാർജ് ചെയ്യുന്നതും കുറവായിരിക്കും. അപ്പോൾ ഇത് മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അടുത്തത് ആഡ് ഓൺസ് ആണ്. നിങ്ങളിപ്പം ആഡ് ഓൺ കവർ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന് നമ്മൾ റൈഡേഴ്സ് എന്ന് പറയും. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഇൻഷുറൻസ് പ്രീമിയം കൂടുതലായിരിക്കും. സോ ആഡ് ഓൺസ് നിങ്ങൾ എടുക്കാൻ നേരത്ത് നിങ്ങൾ ശ്രദ്ധിച്ചെടുക്കുക. കാരണം അതൊന്നും ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ല എന്നുള്ളൊരു കാര്യം നിങ്ങളിവിടെ മനസ്സിലാക്കുക. സോ നിങ്ങൾക്ക് ശരിക്കും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ അതൊക്കെ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്ത് എക്സ്ട്രാ ആക്സസറീസ് അല്ലെങ്കിൽ മോഡിഫിക്കേഷൻസ്. അപ്പോൾ എക്സ്ട്രാ ആക്സസറീസ് അല്ലെങ്കിൽ മോഡിഫിക്കേഷൻസ് ഒക്കെ ഭംഗിയാണ്, പക്ഷേ അതൊന്നും നിങ്ങളുടെ ഇൻഷുറൻസ് പ്രീമിയം കൂട്ടും എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങളിവിടെ മനസ്സിലാക്കണം. അപ്പോൾ ഒരു ബേസിക് ഇൻഷുറൻസ് പോളിസിയിൽ ആക്സസറീസ് ഒന്നും കവർ ചെയ്യുന്നില്ല. സോ നിങ്ങളുടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള മോഡിഫിക്കേഷനായിട്ട് നിങ്ങൾ എക്സ്ട്രാ പ്രീമിയം നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരും. ഇനി നമുക്ക് എന്താണ് IDV എന്നും എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇൻഷുർ ചെയ്ത വാഹനത്തിൻ്റെ മൊത്തം വാല്യൂ ആണ് ഇൻഷുർഡ് ഡിക്ലെയർഡ് വാല്യൂ. ഇപ്പോൾ മാനുഫാക്ചറിൻ്റെ ലിസ്റ്റഡ് സെല്ലിംഗ് പ്രൈസ് അനുസരിച്ചാണ് IDV വരുന്നത്. എന്നിട്ട് അത് ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് ഇൻഷുർ ചെയ്ത ബൈക്കിൻ്റെ കറണ്ട് മാർക്കറ്റ് വാല്യൂ ആയിട്ട് റെഫർ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, IDV എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇൻഷുർ ചെയ്ത ബൈക്കിന് എന്തെങ്കിലും ഡാമേജ് വന്നാൽ അതിന് എഗൻസ്റ്റ് പോളിസി ഹോൾഡർക്ക് ക്ലെയിം ചെയ്യാവുന്ന റീഇംബേഴ്സ്മെൻറ്റ് എമൗണ്ട് ആണ്. ഇപ്പം പോളിസി ഹോൾഡർ കോംപ്രഹെൻസീവ് ബൈക്ക് ഇൻഷുറൻസ് പോളിസി എടുക്കുകയാണെങ്കിൽ IDV ആണ് വരുന്നത്. അപ്പോൾ പോളിസി ഹോൾഡർ അടയ്ക്കേണ്ട ഇൻഷുറൻസ് പ്രീമിയം എമൗണ്ട് IDV ആയിട്ട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ IDV കൂടുതലാണെങ്കിൽ ഇൻഷുറൻസ് പ്രീമിയം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ പ്രീമിയം എന്ന് പറഞ്ഞാൽ ടോട്ടൽ IDVൻ്റെ ഒരു 2 മുതൽ 3% ഇനി IDV എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ളതും നിങ്ങൾക്ക് അറിയണമായിരിക്കും അല്ലേ. അപ്പം IDVൻ്റെ ഫോമുല വരുന്നത് എങ്ങനെയാണെന്നുള്ളത് പറയാം. അപ്പം മാനുഫാക്ചേഴ്സിൻ്റെ ലിസ്റ്റഡ് സെല്ലിംഗ് പ്രൈസ് മൈനസ് ഡിപ്രീസിയേഷൻ പ്ലസ് ആക്സസറീസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ സെല്ലിംഗ് പ്രൈസ് മൈനസ് ഡിപ്രീസിയേഷൻ എക്സ്ക്ലൂഡിംഗ് രജിസ്ട്രേഷൻ ആൻഡ് ഇൻഷുറൻസ് കോസ്റ്റ്. ഇനി അടുത്തത് ആഡ് ഓൺ കവർ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, തേർഡ് പാർട്ടി ലയബിലിറ്റി ഇൻഷുറൻസ് നമ്മുടെ ബൈക്ക് വഴി വേറൊരാൾക്കുണ്ടായ ഡാമേജ് വരെ ഉള്ളൂ. ഇനി കോംപ്രഹെൻസീവ് ഇൻഷുറൻസ് പ്ലാൻസിൽ നമുക്ക് പലതരത്തിലുള്ള ആഡ് ഓൺസ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം.
അപ്പോൾ പില്ലിയൻ റൈഡർ കവർ. അപ്പോൾ ഇത് അധികം ഉപയോഗിക്കാത്ത ഒരു ആഡ് ഓൺ ആണ്, പക്ഷേ ഇത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആഡ് ഓൺ കവർ തന്നെയാണ്. അപ്പോൾ ഈ ഒരു കവറേജ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പമുള്ള സെക്കൻഡറി റൈഡറിന് എന്തെങ്കിലും ഒരു ഇഞ്ചുറി വന്നിട്ടുണ്ടെങ്കിൽ അതിവിടെ കവേർഡ് ആയിരിക്കും. സോ കോ പാസഞ്ചർ ഇവിടെ കവേർഡ് ആയിരിക്കും. ഇനി അടുത്തത് സീറോ ഡിപ്രീസിയേഷൻ കവറാണ്. അപ്പോൾ ടു വീലർ ഇൻഷുറൻസ് പോളിസിൻ്റെ ഒപ്പം ടു വീലർ ഓണർ ഈ ഒരു കവർ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഡിപ്രീസിയേഷൻ ചാർജസ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വലിയൊരു എമൗണ്ട് ക്ലെയിം ചെയ്യാം. ഇനി അടുത്തത് റോഡ് സൈഡ് അസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ ഒരു ആഡ് ഓൺ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇപ്പോൾ റോഡിന് നടുക്ക് വെച്ച് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ബൈക്ക് ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ എമർജൻസി സഹായവും ലഭിക്കുന്നതാവും. അപ്പോൾ ഈ ഒരു കവർ ഉണ്ടെങ്കിൽ ഓൺ ദി സ്പോട്ടിൽ തന്നെ ടു വീലറിൻ്റെ ഇഷ്യൂ ഒക്കെ ഫിക്സ് ചെയ്ത് കിട്ടും. അപ്പോൾ നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾ ഡ്രോപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ ഗ്യാരേജിലേക്ക് ടു വീലർ എത്തിക്കാനുള്ള കോസ്റ്റ് ഒക്കെ കവർ ചെയ്യുന്നതാകും. അങ്ങനെ പലതും ഇതിൽ കവേർഡാണ്. ഇനി അടുത്ത് കൺസ്യൂമബിൾസ് കവറാണ്. അപ്പോൾ ബൈക്ക് ഇൻഷുറൻസിൻ്റെ കീഴിൽ നമ്മൾ ക്ലെയിം എടുക്കുമ്പോൾ ഡാമേജ് ആയ നട്ട് ബോൾട്ട് അങ്ങനത്തെ ഒന്നും ബേസിക് ടു വീലർ ഇൻഷുറൻസ് പോളിസിയിൽ കവേർഡ് ആയിരിക്കില്ല. സോ ഈ ഒരു ആഡ് ഓൺ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആക്സിഡൻറ്റ് വഴി സംഭവിച്ച ഡാമേജ് കൺസ്യൂമബിൾസിൻ്റെ ചിലവുകളൊക്കെ ഇതിൽ കവേർഡ് ആയിരിക്കും. ഇനിയിപ്പോൾ വേറെ ആഡ് ഓൺസ് വരുന്ന ഗിയർ ബോക്സ് പ്രൊട്ടക്ഷൻ, കീ പ്രൊട്ടക്ഷൻ കവർ, നോ ക്ലെയിം ബോണസ് പ്രൊട്ടക്ഷൻ, എന്തെങ്കിലും പേഴ്സണൽ ബിലോങ്സ് ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ പാസഞ്ചർ അസിസ്റ്റൻസ് കവറും. സോ ഇത്രയാണ് ഇന്ന് നമ്മുടെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ ഫുള്ള് കണ്ട ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ടു വീലർ ഇൻഷുറൻസിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് വേറെ എവിടെ ഇനി പോകേണ്ട ആവശ്യമില്ല. സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലും കൂടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.